സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് യശോദ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. യശോദയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നുക. രാധികയോട് താൻ ഈ കാണിക്കുന്നതൊക്കെ വല്ലാത്തൊരു ചതിയാണെന്ന് യശോദക്ക് തോന്നിയിട്ട് ഭയങ്കര ഒരു കുറ്റബോധത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയോട് യശോദ പറയണേ, എൻ്റെ മനസ്സ് കത്തിപ്പോകുമേ, ഇനിയും ആ രഹസ്യം എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നത് ദേവനാരായണൻ കേട്ടുകൊണ്ട് വരുക. എന്താ എന്താ യശോദ നീ പറഞ്ഞത്? നിൻ്റെ ഉള്ളിൽ എന്തോ രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ രഹസ്യം സൂക്ഷിക്കാനാവാതെ നിൻ്റെ മനസ്സ് കത്തിപ്പോകുകയാണെന്ന് പറഞ്ഞില്ലേ? എന്താ അത്രക്ക് രഹസ്യം? അന്നേരം മുത്തശ്ശേരനെ, ഏയ് ഒന്നുമില്ല ദേവാ, ഇവൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതിയല്ലോ ടെൻഷനാവാൻ. അന്നേരം രാധികയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയം ദേവനാരായണൻ പറയണേ, ഓ അങ്ങനെയാണോ, എന്നാൽ നീ ഇങ്ങ് വന്നേ. അങ്ങനെ പറഞ്ഞ് യശോദേനെയും കൂട്ടി പൂജാമുറിയിൽ എത്തുവാണ് കേട്ടോ. ഈ സമയം പിന്നാലെ മുത്തശ്ശിയും രാധികയും ചെല്ലുന്നുണ്ടാവും. അന്നേരം ദേവൻ പറയണേ, ദേ ഈ പൂജാമുറിയിൽ ഈ ഭഗവാന്റെ സന്നിധി വെച്ച് താൻ പറയണം തൻ്റെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന്. പറ, എന്താണെങ്കിലും തുറന്നു പറ. അന്നേരം യശോദ എല്ലാ സത്യങ്ങളും ദേവനാരായണന് മുമ്പിൽ തുറന്നടിക്കുവാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് പ്രിയങ്ക മോള് നമ്മൾ ആരോടും പറയാതെ മണ്ഡപത്തിൽ നിന്ന് സിനിമയുടെ ഓഡീഷന് വേണ്ടി പോയിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന നാണക്കേട് തടയാനായിട്ട് മണ്ഡപത്തിലേക്ക് പ്രിയങ്കയ്ക്ക് പകരം അതേ വേഷത്തിൽ പോയത് രാധികയുടെ കഴുത്തിൽ അപാരൻ താലി കിട്ടിയത്. ഈ വിവരം അറിയുന്ന ദേവനാരായണനാങ്കി വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ദേവനാരായണൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് മുത്തശ്ശിയും രാധികയൊക്കെ. പിന്നീട് കാണിക്കുന്നത് വരുൺ കാറിൽ രാധികയുടെ കാലിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ നഷ്ടമായൊരു കൊലുസുണ്ടല്ലോ, ആ കൊലുസുമായിട്ട് രാധികയെ കണ്ടുപിടിക്കാൻ അന്വേഷിച്ചിറങ്ങുന്ന വരുണിനെയാണ്. അങ്ങനെ വരുൺ കാറിൽ ആ കൊലുസും കൈ പിടിച്ച്, താൻ എവിടെയാണെങ്കിലും എന്നിൽ നിന്ന് എത്ര ഓടി മറിഞ്ഞാലും ശരി, തന്നെ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ കൂടെ കൂട്ടിയിരിക്കും, എൻ്റെ കൂടെ കണിമംഗലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. അങ്ങനെ മനസ്സിലുറപ്പിച്ച് നിൽക്കുവാണ് വരുൺ. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.